നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒടുവിൽ കാത്തിരുന്ന സ്കൂൾ സമ്മർ ഹോളിഡേയ്സ് എത്തി. ആദ്യം നാട്ടിൽ പോകുന്നില്ല എന്നതായിരുന്നു തീരുമാനം. അവസാനം തീരുമാനം മാറ്റി നാട്ടിൽ പോകാൻ തീരുമാനിച്ചു. ജൂലൈ 3 സ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ടായത്. കൂടെ വർക്ക് ചെയ്യുന്ന കേരളക്കാരും മറ്റു സംസ്ഥാനക്കാരും അന്ന് രാത്രിയും പിറ്റേന്നുമായി വീട്ടിലെത്തി. പക്ഷേ ദ്വീപുകാരായ പ്രവാസികളുടെ അവസ്ഥ അങ്ങനെയല്ല. 10-ാം തീയതിക്കുള്ള കപ്പലിൻ്റെ ടിക്കറ്റ് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് 7-ാം തീയതി ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. 3 ദിവസം എറണാകുളത്ത് സ്പെൻഡ് ചെയ്തതിനു ശേഷം ലക്ഷദ്വീപിലേക്ക് പോകുന്ന യാത്രക്കാരെ സ്കാനിങ് ചെയ്യുന്ന സ്കാനിങ് സെൻറ്ററിലോട്ട് യാത്രയായി. അവിടെ നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് യാത്രക്കാർ ഓൾറെഡി സ്കാനിങ് സെൻറ്ററിൽ ഉണ്ടായിരുന്നു. സ്കാനിങ് ചെയ്ത പാസഞ്ചേഴ്സിനെ ഒരു ബസ് വഴിയാണ് കപ്പലിലോട്ട് കൊണ്ടുവരുന്നത്. ബസ്സിൽ നിന്നിറങ്ങി നമ്മുടെ ലഗേജുകളൊക്കെ നമ്മൾ തന്നെ കളക്ട് ചെയ്തിട്ട് നമ്മൾ കപ്പലിൽ ബുക്ക് ചെയ്തിരിക്കുന്ന സീറ്റിലോട്ട് നമ്മൾ തന്നെ പോകണം. Three, two, one. It's our cabin to be booked. Doing that. Zaire is here. Hi. Guys, ഇതാണ് നമ്മുടെ റൂം. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന കപ്പൽ ബുക്ക് ചെയ്തിരിക്കുന്ന റൂം ഇതാണ്. ഇതിൽ 4 ബർത്താണുള്ളത്. ലഗേജുകളൊക്കെ വെച്ച് സെറ്റാകുമ്പോഴേക്കും ഈവനിങ് ഏകദേശം 6:30 ആയി. അപ്പോഴേക്കും കപ്പലിൽ നിന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നു, യാത്രക്കാർക്കുള്ള രാത്രി ഭക്ഷണം റെഡിയെന്ന്. അങ്ങനെ പെട്ടെന്ന് പോയി ഭക്ഷണം കഴിച്ച് പുറത്തു വരുമ്പോഴേക്കും കപ്പൽ ലക്ഷദ്വീപിലേക്കുള്ള യാത്ര തുടങ്ങിയിരുന്നു. ഏകദേശം 7 PM തുടങ്ങിയ യാത്ര പിറ്റേന്ന് രാവിലെ 8:30 ആകുമ്പോഴേക്കും എൻ്റെ ദ്വീപായ അതായത് ആന്ത്രോ ദ്വീപിലേക്ക് കപ്പലെത്തും. നമ്മൾ കപ്പലിൽ നിന്നും ഇങ്ങനെയാണ് ഒരു ദ്വീപിനെ കാണാൻ പറ്റുക. ഇതാണ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ജനവാസമുള്ള ദ്വീപ്, ആന്ത്രോ ദ്വീപ്. കപ്പൽ തീരദേശത്തോട്ട് അടുക്കുമ്പോഴേക്കും കപ്പലിൽ നിന്നുള്ള പാസഞ്ചേഴ്സിന് ഇറക്കാനുള്ള ബോട്ടുകൾ കപ്പലിൻ്റെ തൊട്ടടുത്തെത്തിയിരുന്നു. അങ്ങനെ ആന്ത്രോ ദ്വീപിലേക്കുള്ള പാസഞ്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞു. പിറകെ ഞങ്ങൾ ഇറങ്ങി. കപ്പലും വാർഫും തമ്മിലുള്ള
അകലം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കപ്പലും വാർഫും തമ്മിലുള്ള അകലം. ജൂലൈ 3 സ്കൂൾ ഹോളിഡേ സ്റ്റാർട്ടായി. നാട്ടിലെത്തുമ്പോഴേക്കും ജൂലൈ 11 8 ദിവസത്തെ ലീവ് എവിടെയോ പോയി. ഇതെൻ്റെ മാത്രം അവസ്ഥയല്ല, ലക്ഷദ്വീപുകാരായ ഓരോ പ്രവാസികളുടെയും അവസ്ഥ ഇതേ അവസ്ഥ തന്നെയാണ്. അങ്ങനെ കപ്പലിൽ നിന്നും ഇറങ്ങിയ പാസഞ്ചേഴ്സുമായി ബോട്ട് വാർഫിലെത്തി. വാർഫിൽ നിന്നും പ്രധാനമായും 2 മാർഗങ്ങൾ വഴിയാണ് യാത്രക്കാർ വീട്ടിലേക്ക് പോവുക. ഒന്നുകിൽ സുഹൃത്തുക്കളുടെ 2 വീലർ അല്ലെങ്കിൽ 3 വീലർ. മോസ്റ്റ്ലി ഈ 2 വാഹനങ്ങളാണ് കപ്പലിൽ നിന്ന് ഇറങ്ങി വരുന്ന പാസഞ്ചർ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന കപ്പലിലാണ് നമ്മൾ ഇപ്പോൾ വന്ന് ദ്വീപിലിറങ്ങിയത്. ഇവിടെ നിന്ന് വളവ് തിരിഞ്ഞ് ഒരു 200 മീറ്റർ അകലെയാണ് വീട് കിടക്കുന്നത്. നമ്മൾ എത്തിപ്പോയി.